ഗവൺമെന്റ് ആർട്സ് കോളേജിലെ പഴയ ബ്ലോക്കിലെ ക്ലാസ് റൂമിൽ പൂർണ്ണമായ നിശബ്ദതയായിരുന്നു. യുവ ലെക്ചറർ ഗോകുലിന്റെ കനമുള്ള ശബ്ദം മാത്രം ആ 4 ചുവരുകൾക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു. പ്രായത്തിൽ കുറച്ച് ചെറുപ്പമാണെങ്കിലും കോളേജിൽ ഏറ്റവും കൂടുതൽ ഗൗരവക്കാരനും കലിപ്പനുമായ സാർ ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസ് ഒരേ സ്വരത്തിൽ പറയും അത് ഗോകുൽ കൃഷ്ണയാണെന്ന്. കറുത്ത ഫ്രെയിമുള്ള കണ്ണടയ്ക്ക് പിന്നിൽ എപ്പോഴും ദേഷ്യം ജ്വലിക്കുന്ന കണ്ണുകൾ, ഒന്ന് പറഞ്ഞാൽ ആർക്കും മറ്റൊന്ന് തിരിച്ചു പറയാനാകാത്ത വിധത്തിൽ കൃത്യതയുള്ള വാക്കുകൾ. അവന്റെ ക്ലാസ്സിൽ ശ്വാസം വിടാൻ പോലും സ്റ്റുഡൻസിന് ഭയമായിരുന്നു. അപ്പോളാണ് ആ അറ്റത്തെ ബെഞ്ചിൽ ജനലിനോട് ചേർന്ന് ആ കാഴ്ച ഗോകുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശിവാംഗി. അവൾ 2 കൈകളും ഡെസ്കിൽ പിണച്ചുവെച്ച് അതിലേക്ക് തല ചായ്ച്ച് നല്ല സുഖമായി ഉറങ്ങുകയാണ്. ജനലിലൂടെ വരുന്ന തണുത്ത കാറ്റ് അവളുടെ മുഖത്തെ കടിക്കുന്നുണ്ടായിരുന്നു. ആ സുഖത്തിലാകണം ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നേയില്ല. ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഗോകുൽ 3-4 തവണ അവളുടെ ഭാഗത്തേക്ക് നോക്കി. ഓരോ തവണ നോക്കുമ്പോഴും അവന്റെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിക്കുകയായിരുന്നു. മറ്റുള്ള കുട്ടികൾ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് താൻ പറയുന്നത് വിഴുങ്ങാൻ പാകത്തിൽ നോക്കിയിരിക്കുമ്പോൾ ഇവൾ ഇവിടെ കിടന്നുറങ്ങുന്നു. അഹങ്കാരം അല്ലാതെന്താ? ഗോകുലിന്റെ താടിയെല്ലുകൾ ദേഷ്യം കൊണ്ട് മുറുകി. പെട്ടെന്നാണ് അവന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. കയ്യിലിരുന്ന ചോക്കവൻ മേശപ്പുറത്തേക്ക് ദേഷ്യത്തോടെ ഇട്ടു. തുടർന്ന് മേശപ്പുറത്തിരുന്നിരുന്ന ചോക്കുപൊടി നന്നായി പിടിച്ച ആ വലിയ ഡസ്റ്റർ അവൻ കയ്യിലെടുത്തു. ഒരു നിമിഷം പോലും അവൻ ആലോചിച്ചില്ല. ലക്ഷ്യം തെറ്റാതെ ആ ഡസ്റ്റർ അവൻ ശിവാംഗിയുടെ നേർക്ക് ഒരേറു കൊടുത്തു. ഡസ്റ്റർ ചെന്ന് വീണത് ശിവാംഗി തലവെച്ച് കിടക്കുന്ന ഡെസ്കിലാണ്. ഭയങ്കരമായ ശബ്ദത്തോടെ അത് വന്ന് വീണതും അതിലുണ്ടായിരുന്ന വെള്ള ചോക്കുപൊടി മുഴുവൻ ഒരു പുകപടലം പോലെ വായുവിൽ ഉയർന്ന് അവളുടെ മുഖത്തേക്കും മുടിയിലേക്കും ആകെ പടർന്നു. ഭയന്നു വിറച്ച് ഞെട്ടി ഉണർന്ന ശിവാംഗി സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. പേടി കാരണം അവളുടെ നെഞ്ച് പടപടാ ഇടിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുകൊണ്ടും കണ്ണിലും മൂക്കിലും ചോക്കുപൊടി കയറിയതുകൊണ്ടും അവൾക്ക് ചുറ്റും നടക്കുന്നതൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി. നീ എന്താടി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാനാണോടി ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? ഗോകുലിന്റെ സിംഹഗർജനം പോലെയുള്ള ശബ്ദം കേട്ടാണ് അവൾക്ക് ബോധം വന്നത്. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് അവളുടെ ബെഞ്ചിനടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ ആകെ ചോക്കുപൊടിയിൽ കുഴഞ്ഞുപോയ ശിവാംഗിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നു പോലും മനസ്സിലായില്ല. അവളുടെ കൺപീലികളിലും തുടുത്ത കവിളുകളിലും കാർക്കൂന്തലിലുമെല്ലാം വെള്ള ചോക്കുപൊടി പറ്റിപ്പിടിച്ചിരുന്നു. ഒരു ഭ്രാന്തിയെ പോലെയാണ് അവൾ അപ്പോൾ കാണപ്പെട്ടത്. ചുറ്റുമുള്ള കുട്ടികളെല്ലാം അവളെ നോക്കി അടക്കി പിടിച്ച് ചിരിക്കാനും ചിലർ സഹതാപത്തോടെ നോക്കാനും തുടങ്ങി. അവൾ എന്തു പറയണം എന്തു ചെയ്യണമെന്നറിയാതെ ആകെ തരിച്ചു നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതയായതിന്റെ സങ്കടം അവളെ വല്ലാതെ തളർത്തി. പെട്ടെന്ന് അവൾ തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഷോൾ കയ്യിലെടുത്തു. മുഖത്തെയും മുടിയിലെയും പൊടി തട്ടിക്കളയാൻ അവൾ ആവതും ശ്രമിച്ചു. പക്ഷേ വിയർപ്പും ചോക്കുപൊടിയും കലർന്നതിനാൽ അത് മുഖത്ത് കൂടുതൽ പടരുകയേയുള്ളൂ എന്ന് അവൾ അറിഞ്ഞില്ല. ഷോൾ കൊണ്ട് തട്ടുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടിട്ടും ഗോകുലിന്റെ ദേഷ്യം കുറഞ്ഞില്ല. അവൻ കൂടുതൽ ശബ്ദമുയർത്തി പൊട്ടിത്തെറിച്ചു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങി വെറുതെ എന്നെ ചൂടാക്കരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളതാ. നിന്റെ വീട്ടിലെ കിടപ്പുമുറിയല്ല ഇത്, കോളേജിലെ ക്ലാസ് റൂമാ. മേലാൽ എന്റെ ക്ലാസ്സിൽ ഈ പരിപാടി ആവർത്തിച്ചാൽ കോളേജിന് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം, മനസ്സിലായോടി? അവന്റെ ഓരോ വാക്കും തീയമ്പുകൾ പോലെ അവളുടെ നെഞ്ചിൽ ചെന്ന് തറച്ചു. ക്ലാസ് റൂമിലെ നിശബ്ദതയിൽ അവളുടെ വിതുമ്പൽ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. ഈ കോലത്തിൽ ഇവിടെ നിൽക്കാതെ പോയി മുഖം കഴുകി വാ, എന്നിട്ട് ക്ലാസ്സിന് പുറത്തു നിന്നാ മതി, ഗോകുൽ കൽപ്പിച്ചു. അവൾക്കവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അപമാനവും സങ്കടവും സഹിക്കാനാവാതെ ഷോൾ കൊണ്ട് ചോക്കുപൊടി പുരണ്ട മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞ് അവൾ ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്കോടി. ബാത്റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുഖം കഴുകുമ്പോഴും ശിവാംഗിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പൈപ്പ് തുറന്ന് വെള്ളം മുഖത്തെ കാഞ്ഞു തളിച്ചപ്പോഴും അവളുടെ കണ്ണുനീരടങ്ങിയില്ല. സോപ്പും വെള്ളവും ചേർത്ത് മുഖത്തെയും മുടിയിലെയും ചോക്കുപൊടി അവൾ പരമാവധി കഴുകിക്കളഞ്ഞു. ചുവന്നു തുടുത്ത അവളുടെ മുഖവും നനഞ്ഞൊട്ടിയ മുടിയകളുമെല്ലാം കണ്ണാടിയിൽ കണ്ടപ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടം തോന്നി. കോളേജിൽ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായിട്ടില്ല. എന്തിനാ സാറിന് ഇത്രയും ദേഷ്യം? അവൾ വിതുമ്പിക്കൊണ്ട് സ്വയം ചോദിച്ചു. ശേഷം ഒരുവിധം മനസ്സ് ശാന്തമാക്കി നനഞ്ഞ ഷാൾ കൊണ്ട് മുഖം തുടച്ച് അവൾ പതുക്കെ ക്ലാസ് റൂമിന് മുന്നിലേക്ക് നടന്നു. ക്ലാസിന്റെ വാതിലിനടുത്തെത്തിയതും അവളുടെ ഉള്ളിൽ ഒരു ഭയം തോന്നി. അകത്തേക്ക് കയറണോ അതോ പുറത്തു നിൽക്കണോ? അവൾ പതുക്കെ വാതിൽക്കൽ ചെന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. സാർ, ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ഗോകുൽ അപ്പോൾ ബോർഡിൽ എന്തോ എഴുതുകയായിരുന്നു.
അവളുടെ ശബ്ദം കേട്ടതും അവൻ കയ്യിലുള്ള ചോക്ക് ബോർഡിൽ അമർത്തി പിടിച്ചുകൊണ്ട് പതുക്കെ തിരിഞ്ഞു നോക്കി. അവന്റെ ആ നോട്ടത്തിൽ അപ്പോഴും ദേഷ്യമൊട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നനഞ്ഞൊട്ടിയ മുടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ശിവാംഗിയെ കണ്ടിട്ടും അവന്റെ ഉള്ളിലെ കഠിന മനസ്സിന് ഒരു മാറ്റവും വന്നില്ല. നിന്നോട് ഞാൻ അകത്തേക്ക് വരാൻ പറഞ്ഞോ? ഗോകുലിന്റെ കനത്ത ശബ്ദം ക്ലാസ് റൂമിൽ മുഴങ്ങി. അത് സാർ. അവൾ ദയനീയമായി അവനെ നോക്കി. പറഞ്ഞത് മനസ്സിലായില്ലേ? ക്ലാസ്സിന് പുറത്തു തന്നെ നിന്നോളാൻ. എന്റെ ഈ പിരീഡ് കഴിയുന്നത് വരെ നീ ആ വാതിൽക്കൽ തന്നെ നിൽക്കണം. അകത്തേക്ക് കയറാൻ ഞാൻ അനുവാദം തരില്ല. വളരെ കർക്കശമായി തന്നെ അവൻ പറഞ്ഞു. ശിവാംഗിയുടെ തല അപ്പോൾ താഴേക്ക് കുനിഞ്ഞു. വീണ്ടും കണ്ണുകൾ നിറയാൻ തുടങ്ങിയെങ്കിലും അവൾ അത് കടിച്ചു പിടിച്ചു. ക്ലാസ്സിലെ ബാക്കി കുട്ടികളെല്ലാം സഹതാപത്തോടെയും പേടിയോടെയും അവളെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റിയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അവൾ പതുക്കെ പുറത്തേക്ക് മാറി ക്ലാസ് റൂമിന്റെ വാതിലിനരികിലെ ചുമരിലേക്ക് ചാരി നിന്നു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. ഇടനാഴിയിലൂടെ പോകുന്ന മറ്റു ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരുമെല്ലാം പുറത്തു നിൽക്കുന്ന ശിവാംഗിയെ നോക്കുന്നുണ്ടായിരുന്നു. ഓരോ നോട്ടവും അവൾക്ക് വലിയൊരു ശിക്ഷയായി തോന്നി. തന്റെ കാലുകൾ വേദനിക്കാൻ തുടങ്ങിയിട്ടും അവൾ അവിടെ തന്നെ നിന്നു. അവസാനം ആ പിരീഡ് തീർന്നെന്നറിയിച്ചുകൊണ്ട് കോളേജിലെ വലിയ ബെൽ മുഴങ്ങി. ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന ഗോകുൽ അപ്പോൾ എഴുത്ത് നിർത്തി. ഡസ്റ്റർ എടുത്ത് ബോർഡ് മുഴുവൻ തുടച്ചു വൃത്തിയാക്കിയ ശേഷം അവൻ അവന്റെ പുസ്തകങ്ങളും പേനയും കയ്യിലെടുത്തു. ക്ലാസ്സിലെ കുട്ടികളോടെല്ലാം താങ്ക് യു എന്ന് പറഞ്ഞ് അവൻ വാതിലിനടുത്തേക്ക് നടന്നു. ക്ലാസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഗോകുൽ ഒരു നിമിഷം അവിടെ നിന്നു. ചുമരിലെ കൊതുങ്ങി കരഞ്ഞു തളർന്നു നിൽക്കുന്ന ശിവാംഗിയെ അവൻ തന്റെ കൺകോണിലൂടെ ഒന്ന് നോക്കി. അവളുടെ നനഞ്ഞ കണ്ണുകളും പേടിയോടെയുള്ള നിൽപ്പും കണ്ടിട്ടും അവന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒരു വാക്കുപോലും അവളോട് സംസാരിക്കാതെ, തന്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ കയ്യിലുള്ള ഫയലുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഗോകുൽ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങി. അവൻ നടന്നു മറയുന്നതുവരെ ശിവാംഗി ആ കണ്ണുനീർ കണ്ണുകളോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഗോകുൽ ഇടനാഴിയിലൂടെ നടന്നു മറഞ്ഞതും ക്ലാസ് റൂമിൽ അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദതയ്ക്ക് പെട്ടെന്ന് അറുതിയായി. കുട്ടികൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. ശിവാംഗിയുടെ കൂട്ടുകാരികളായ ആതിരയും നന്ദനയും വേഗത്തിൽ ക്ലാസ്സിന് പുറത്തേക്ക് ഓടി വന്ന് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ സീറ്റിൽ ഇരുത്തി. ശിവാംഗി ഡെസ്കിലേക്ക് തലചായ്ച്ച് വീണ്ടും വിതുമ്പാൻ തുടങ്ങിയപ്പോൾ ആതിര അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ശിവൻ, നീ കരയാതിരിക്കേ. ഒന്ന് കിടന്നു പോകുന്നത് സാധാരണമല്ലേ. അയാൾക്ക് വട്ടാണ്, കലിപ്പ് മൂത്ത് ഭ്രാന്തായതാണ്, ആതിര ദേഷ്യത്തോടെ പറഞ്ഞു. അയാൾ അങ്ങനെയാടി, നീ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഉറക്കം വന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അയാൾ എടുത്തെറിയും, നന്ദന പതുങ്ങിയ ശബ്ദത്തിൽ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ശിവാംഗി ഒന്നും പറഞ്ഞില്ല. കോളേജിൽ വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും കലിപ്പിന്റെ കാര്യത്തിൽ മൂപ്പര് അങ്ങേ അറ്റമാ. ക്ലാസ്സിൽ ആരെങ്കിലും ശ്രദ്ധിക്കാതിരിക്കുകയോ ഇതുപോലെ ഉറങ്ങുകയോ ചെയ്യുന്നത് കണ്ടാൽ അയാളുടെ ഭാവം മാറും, പിന്നെ അവിടെ യുദ്ധക്കളമാക്കും, ആതിര വീണ്ടും ഇടയ്ക്ക് കയറി പറഞ്ഞു. കാണാൻ നല്ല ലുക്കനും സ്റ്റൈലിഷും ഒക്കെ ആണെന്നേ ഉള്ളൂ, പക്ഷെ കയ്യിലിരിപ്പും സ്വഭാവവും മഹാബോറാ. മനുഷ്യപ്പറ്റില്ലാത്ത ക്രൂരൻ. ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെയാണോ ഒരാൾ ഇങ്ങനെ ഡസ്റ്റർ എടുത്തെറിയുന്നത്? മുഖത്തും കണ്ണിലും ഒക്കെ ആകെ ചോക്കുപൊടിയാക്കി കളഞ്ഞില്ലേ? ചുറ്റിലും വന്ന കുട്ടികൾ പലതും പറഞ്ഞു. കൂട്ടുകാരികളുടെ വാക്കുകൾ കേട്ടപ്പോൾ ശിവാംഗി പതുക്കെ തല ഉയർത്തി. അവളുടെ നനഞ്ഞ കണ്ണുകൾ അപ്പോഴും ചുവന്നിട്ടുണ്ടായിരുന്നു. ബാഗിൽ നിന്ന് ടവൽ എടുത്ത് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. സാരമില്ലടി, പോട്ടെ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ ശിവാംഗി പറഞ്ഞു. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. നല്ല തളർച്ചയും ക്ഷീണവും ഉണ്ടായിരുന്നു. അവൾ പതുക്കെ തന്റെ അടിവയറ്റിൽ കൈ അമർത്തി പിടിച്ചു. അവളുടെ മുഖത്ത് വേദനയുടെ നിഴൽ പടരുന്നത് ആതിര ശ്രദ്ധിച്ചു. എന്താ ശിവേ, വയ്യ നിനക്ക്? ആതിര ഉത്കണ്ഠയോടെ ചോദിച്ചു. എനിക്ക് വയ്യ ആതിരെ, ഇന്നലെ ഫുള്ള് പീരീഡ്സിന്റെ കഠിനമായ വേദനയായിരുന്നു. ശിവാംഗി വളരെ പതുക്കെ കണ്ണുനീരോടെ പറഞ്ഞു. രാത്രി മുഴുവൻ വേദന കാരണം കിടന്നു പിടയുകയായിരുന്നു. ഒരിത്തിരി പോലും ഉറങ്ങിയിട്ടില്ല. രാവിലെ കോളേജിൽ വരാൻ ഒട്ടും വയ്യായിരുന്നു. അറ്റൻഡൻസ് പോകുമെന്ന് പേടിച്ചിട്ടാ വന്നത്. ക്ലാസ്സിലിരുന്നപ്പോൾ ആ വേദനയും തളർച്ചയും കാരണം എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോയതാ. സാറ് ക്ലാസ് എടുക്കുമ്പോൾ മനഃപൂർവ്വം ഉറങ്ങിയതല്ല ഞാൻ. അവളുടെ വാക്കുകൾ കേട്ടതും ആതിരയുടെയും നന്ദനയുടെയും ഉള്ളുലഞ്ഞു. അവർ പരസ്പരം നോക്കി. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അത്ര ക്രൂരമായി പെരുമാറിയ ഗോകുലിനോട് അവർക്ക് കടുത്ത ദേഷ്യം തോന്നി. കണ്ടോ, ഇതൊന്നും അറിയാതെയാണ് ആ മനുഷ്യൻ ഇവിടെ കിടന്നലറിയത്. നന്ദന ശിവാംഗിയുടെ കൈകൾ ചേർത്തു പിടിച്ചു. നീ വിഷമിക്കാതിരിക്കു ശിവേ, നമുക്ക് ഗേൾസ് റൂമിൽ പോയി കിടക്കാം. അടുത്ത പീരീഡ് നീ ക്ലാസ്സിൽ ഇരിക്കണ്ട.
ശിവാംഗി അപ്പോൾ തന്റെ കണ്ണു തുടച്ച് ബോർഡിലേക്ക് നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടതിന്റെ വേദനയും അതിലുപരി സ്റ്റുഡൻസിനെ ഒട്ടും മനസ്സിലാക്കാത്ത കലിപ്പൻ ഗോകുലിനോടുള്ള ദേഷ്യവും ഒരുപോലെ നീറിക്കത്തുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം കോളേജ് ബെൽ മുഴങ്ങിയപ്പോൾ ശിവാംഗിയുടെ മനസ്സിന് ഒരാശ്വാസമാണ് തോന്നിയത്. അന്നുണ്ടായ അപമാനത്തിൽ നിന്നുള്ള മോചനം. പക്ഷേ തലേന്ന് മുതൽ അനുഭവിക്കുന്ന പീരീഡ്സിന്റെ കഠിനമായ വയറുവേദനയും മാനസികമായ തളർച്ചയും കാരണം അവളുടെ ശരീരം ആകെ തളർന്നിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടും അവൾ അല്പനേരം ഗേൾസ് റൂമിൽ അങ്ങനെ കിടന്നു. വരാനിരിക്കുന്ന കോളേജ് ഡേയുടെ പ്രാക്ടീസ് കാണാൻ കൂട്ടുകാരികൾ വിളിച്ചപ്പോൾ ഞാനില്ല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് അവൾ അവരെ നിർബന്ധിച്ച് വിട്ടയക്കുകയായിരുന്നു. ശേഷം അഴിഞ്ഞു തൂങ്ങിയ മുടിയകൾ ഒരുവിധം ഒതുക്കിക്കെട്ടി തോളിൽ ബാഗും തൂക്കി അവൾ പതുക്കെ കോളേജിന്റെ വലിയ ഇരുമ്പ് ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് നടന്നു. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുന്നുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ മഴ പെയ്യാമെന്ന മട്ടിലാണ് അന്തരീക്ഷം. കോളേജ് ബസ് സ്റ്റോപ്പിൽ അപ്പോൾ അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളവര് തന്നെ ദൂരെയുള്ള ബസ്സുകൾ നോക്കി നിൽക്കുകയാണ്. ശിവാംഗി റോഡരികിലെ ഒരു തണൽമര ചുവട്ടിലേക്ക് ഒതുങ്ങി നിന്നു. പെട്ടെന്നാണ് റോഡിന്റെ മറുഭാഗത്തു നിന്നും ഒരു ബുള്ളറ്റിന്റെ ഭയങ്കരമായ ശബ്ദം അവൾ കേട്ടത്. ആ ശബ്ദം കേട്ടതും ശിവാംഗിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൾ ഞെട്ടിപ്പിടഞ്ഞ് ആ ഭാഗത്തേക്ക് നോക്കി. അബി, അവളുടെ മുറച്ചെറുക്കൻ. കറുത്ത കൂളിംഗ് ഗ്ലാസും അലക്ഷ്യമായി ചീകിയ മുടിയും മുഖത്തെപ്പോഴുമുള്ള ആ ക്രൂരമായ ഭാവവുമായി അവൻ ബുള്ളറ്റ് അവളുടെ നേർക്ക് തിരിച്ചു നിർത്തി. നാട്ടിൽ ചീത്ത കൂട്ടുകെട്ടുകളും കഞ്ചാവും കള്ളുകുടിയും ഒക്കെയായി നടക്കുന്ന, വീട്ടുകാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുവനാണ് അബി. അവനെ കാണുന്നത് തന്നെ ശിവാംഗിക്ക് ഭയമായിരുന്നു. തന്റെ ഇഷ്ടമില്ലാതെ തന്നെ സ്വന്തമാക്കാൻ നടക്കുന്നവനാണ് അവനെന്ന് അവൾക്കറിയാം. ബുള്ളറ്റിന്റെ ആക്സിലേറ്റർ ആഞ്ഞു തിരിച്ച് പുക തുപ്പിക്കൊണ്ട് അവൻ അവൾക്ക് തൊട്ടു മുന്നിൽ വന്ന് ബ്രേക്കിട്ടു. ശിവേ, കേറ്. അവന്റെ ശബ്ദത്തിൽ ഒരധികാരവും ആജ്ഞാപനവും ഉണ്ടായിരുന്നു. ആ നോട്ടം കണ്ടപ്പോൾ തന്നെ ശിവാംഗിയുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ചുറ്റും നിൽക്കുന്ന കുട്ടികൾ തങ്ങളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഞാനില്ല അബിയേട്ടാ, ഞാൻ ബസ്സിൽ വന്നോളാം, അബിയേട്ടൻ ചെല്ല്. അവൾ ശബ്ദം പരമാവധി താഴ്ത്തി പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നോടാ ഞാൻ പറഞ്ഞത്, ബസ്സിൽ കയറണ്ട, മര്യാദക്ക് ഇതിലേക്ക് കയറിക്കോ. ഞാൻ കൊണ്ടുവിടാം, വീട്ടിൽ പോകാൻ സമയമായില്ലേ? അബി ബുള്ളറ്റിന്റെ കീ ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു. വേണ്ട അബിയേട്ടാ, എന്നെ നിർബന്ധിക്കരുത്, ആളുകളൊക്കെ നോക്കുന്നുണ്ട്, പ്ലീസ് അബിയേട്ടൻ പൊയ്ക്കോ. ശിവാംഗി ഒരു പടി പിന്നിലേക്ക് മാറി. അവന് ചീത്ത ശീലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ബുള്ളറ്റിൽ കയറി യാത്ര ചെയ്യാൻ അവൾക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലടി? അബിയുടെ മുഖം അപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി അവളുടെ നേർക്ക് നടന്നു വന്നു. അവൻ വരുന്നത് കണ്ട് ശിവാംഗി ഭയന്നു വിറച്ചു. പെട്ടെന്ന് അബി മുന്നോട്ട് ആഞ്ഞു വന്ന് അവളുടെ വലതു കൈയിൽ ശക്തിയായി പിടിച്ചു വലിച്ചു. വിട് അബിയേട്ട, കൈവിട്, എനിക്ക് വേദനിക്കുന്നു. അവൾ വേദന കൊണ്ടും ഭയം കൊണ്ടും പുളഞ്ഞു. നിന്നോട് മര്യാദയ്ക്ക് കയറാൻ പറഞ്ഞ നീ കേറില്ലല്ലേ? നിന്റെ ഈ നാടകമൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട, വാടി ഇങ്ങോട്ട്. അവൻ ഒട്ടും ദയയില്ലാതെ അവളെ ബുള്ളറ്റിന്റെ അടുത്തേക്ക് വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. വേണ്ട അബിയേട്ട, എന്നെ വിട് പ്ലീസ്, ഞാൻ വരുന്നില്ല. അവൾ അവളുടെ സർവ്വശക്തിയും എടുത്ത് പിന്നോട്ട് വലിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയെ റോഡിലിട്ട് ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു വലിക്കുന്നത് കണ്ടിട്ടും ചുറ്റും നിന്ന ആളുകളോ വിദ്യാർത്ഥികളോ ഇടപെടാൻ ധൈര്യപ്പെട്ടില്ല. അബിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ആരും മുന്നോട്ട് വന്നതുമില്ല. അതേസമയം കോളേജിലെ തന്റെ എല്ലാ ജോലികളും തീർത്ത് കറുത്ത ഫോർഡ് ഇക്കോസ്പോർട്ട് കാറുമായി ഗോകുൽ റോഡിലേക്ക് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ക്ലാസ്സിൽ വെച്ച് ശിവാംഗിയോട് അങ്ങനെ പെരുമാറേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് സ്റ്റാഫ് റൂമിൽ ഇരുന്നപ്പോൾ അവന് ചെറുതായി തോന്നിയിരുന്നു. എങ്കിലും തന്റെ ക്ലാസ്സിലെ അച്ചടക്കം അവന് പ്രധാനമായിരുന്നു. കാറിന്റെ വിൻഡോ ഗ്ലാസ് പകുതി താഴ്ത്തി പാട്ടുകളൊന്നും വെക്കാതെ ഗൗരവത്തിൽ ഡ്രൈവ് ചെയ്യുകയായിരുന്നു അവൻ. കാർ ബസ് സ്റ്റോപ്പിനടുത്തെത്തിയപ്പോഴാണ് റോഡരികിലെ ആ പിടിവലി അവന്റെ കണ്ണിൽപ്പെട്ടത്. ഗോകുൽ കാറിന്റെ ഗ്ലാസ്സിലൂടെ സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരു ബുള്ളറ്റുകാരൻ ഒരു പെൺകുട്ടിയെ ദയയില്ലാതെ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് കൈ വിടുവിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നിമിഷം ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായപ്പോൾ ഗോകുലിന്റെ നെഞ്ചൊന്ന് കാളി. ശിവാംഗിയല്ലേ അത്? അവളുടെ മുഖത്തെ പേടിയും നിസ്സഹായാവസ്ഥയും കാറിന്റെ ഗ്ലാസ്സിലൂടെ അവൻ കൃത്യമായി കണ്ടു. ആദ്യം ഗോകുലിന്റെ മനസ്സിൽ തോന്നിയത് അവരുടെ എന്തെങ്കിലും കുടുംബപരമായ കാര്യമായിരിക്കുമെന്നാണ്. അല്പം ദൂരം കൂടി അവൻ കാർ മുന്നോട്ടെടുത്തു. നമുക്കെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അവൻ സ്വയം ചിന്തിച്ചു. പക്ഷെ കാറിന്റെ റിയർവ്യൂ മിററിലൂടെ വീണ്ടും അവൻ പുറകിലേക്ക് നോക്കി.
അവിടെ അബി ശിവാംഗിയുടെ കയ്യിൽ കൂടുതൽ ശക്തിയായി പിടിച്ചു വലിക്കുന്നതും അവൾ നിലവിളിച്ചുകൊണ്ട് റോഡിലേക്ക് വീഴാൻ പോകുന്നതും അവൻ കണ്ടു. എത്രയൊക്കെ കലിപ്പനാണെങ്കിലും എല്ലാവരോടും എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവനൊരു നല്ല അധ്യാപകനും മനുഷ്യനുമായിരുന്നു. രാവിലെ താൻ അവളെ ഡസ്റ്റർ കൊണ്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പുറത്തു നിന്നുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ തന്റെ കോളേജിലെ ഒരു പെൺകുട്ടിയോട്, തന്റെ വിദ്യാർത്ഥിനിയോട് റോഡിൽ വെച്ച് അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് അവന് മുന്നോട്ടു പോകാൻ തോന്നിയില്ല. അവന്റെ ഉള്ളിലെ കലിപ്പ് ഇരട്ടിച്ചു കയറി. ഭയങ്കരമായ ഒരു ശബ്ദത്തോടെ ഗോകുൽ കാർ ബ്രേക്കിട്ടു. ടയറുകൾ റോഡിൽ ഉരസി പുക ഉയർന്നു. അവൻ കാർ പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് കൃത്യം അബിയുടെ ബുള്ളറ്റിന് മുന്നിലായി ക്രോസ് ചെയ്ത് നിർത്തി. കാറിന്റെ ഡോർ ആഞ്ഞു തുറന്ന് കലിപ്പൻ ഭാവത്തിൽ ഗോകുൽ പുറത്തേക്കിറങ്ങി. അവന്റെ ഉയരമുള്ള ശരീരവും ഗൗരവമുള്ള മുഖവും കണ്ടപ്പോൾ തന്നെ ചുറ്റും നിന്നവർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായി. ഗോകുൽ നേരെ നടന്നത് അബിയുടെ അടുത്തേക്കാണ്. അബി അപ്പോഴും ശിവാംഗിയുടെ കയ്യിലെ പിടി വിട്ടിരുന്നില്ല. എന്താടാ ഇവിടെ നടക്കുന്നത്? ഗോകുലിന്റെ സിംഹഗർജനം പോലെയുള്ള ശബ്ദം കേട്ട് അബിയും ശിവാംഗിയും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സാറ്? ഗോകുലിനെ കണ്ടതും ശിവാംഗിയുടെ കണ്ണുകളിൽ ഭയത്തോടൊപ്പം ഒരു ചെറിയ പ്രതീക്ഷയും മിന്നി മറഞ്ഞു. താൻ ആരാടോ അത് ചോദിക്കാൻ? എന്റെ പെണ്ണിന്റെ കയ്യിലാണ് ഞാൻ പിടിച്ചത്. താൻ തന്റെ വഴിക്ക് പൊയ്ക്കോ. ഗോകുലിന്റെ ലെക്ചറർ ലുക്ക് കണ്ടിട്ടും അബി ഒട്ടും കൂസാതെ അഹങ്കാരത്തോടെ പറഞ്ഞു. നിന്റെ പെണ്ണോ? ഗോകുൽ ഒരു പരിഹാസ ചിരിയോടെ മുന്നോട്ട് വന്നു. പെട്ടെന്ന് അവൻ അബിയുടെ കൈത്തണ്ടയിൽ ഒരൊറ്റ പിടുത്തം പിടിച്ചു. ഇരുമ്പു പോലെയുള്ള ഗോകുലിന്റെ കൈകളുടെ ശക്തിയിൽ അബിയുടെ പിടി താനെ അയഞ്ഞു. ശിവാംഗി വേഗത്തിൽ തന്റെ കൈ വലിച്ച് ഗോകുലിന്റെ പുറകിലേക്ക് മാറി നിന്നു. ഇതെന്റെ കോളേജിലെ കുട്ടിയാടാ. ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ, അവൾക്ക് താല്പര്യമില്ലാതെ ഇനി ഒരു പെൺകുട്ടിയുടെ മേലും കൈവയ്ക്കാൻ നീ തുനിയരുത്. മര്യാദയ്ക്ക് ബുള്ളറ്റും എടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പോലീസിന് കൈമാറും. ഗോകുലിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. ഓ, ഒരു വലിയ സാറ് വന്നിരിക്കുന്നു. എടാ, ഇവൾ എന്റെ മുറപ്പെണ്ണാടാ, ഞാൻ കൊണ്ടുപോകും. അബി ദേഷ്യത്തോടെ ഗോകുലിന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. അബിയുടെ വിരൽ തന്റെ നെഞ്ചിൽ തൊട്ടതും ഗോകുലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൻ അബിയുടെ ആ വിരൽ പിടിച്ച് പുറകിലേക്ക് തിരിച്ചു. ആ വിട്! അബി വേദന കൊണ്ട് പൊളഞ്ഞു. നിന്റെ മുറപ്പെണ്ണാണെങ്കിലും സ്വന്തം പെണ്ണാണെങ്കിലും അവളുടെ അനുവാദമില്ലാതെ അവളെ തൊടാൻ നിനക്ക് അവകാശമില്ല. പറഞ്ഞത് മനസ്സിലായോടാ? വലിഞ്ഞു കയറി വാശി കാണിച്ചാൽ ഈ റോഡിലിട്ട് നിന്നെ ഞാൻ തല്ലി പരുവമാക്കും. മര്യാദയ്ക്ക് പോടാ ഇവിടുന്ന്. ഗോകുൽ അവനെ ദൂരെ കാഞ്ഞു തള്ളി. ഗോകുലിന്റെ കലിപ്പൻ ഭാവവും കട്ടക്കലിപ്പുള്ള നിൽപ്പും കണ്ടപ്പോൾ താൻ പിടിച്ചു നിന്നാൽ ശരിയാകില്ല എന്ന് അബിക്കും തോന്നി. അവൻ ദേഷ്യത്തോടെ ശിവാംഗിയെ ഒന്ന് നോക്കി. നോക്കിക്കോടി, ഇതിന് ഞാൻ പകരം വീട്ടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അബി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും വേഗത്തിൽ ഓടിച്ചു പോയി. അബിയുടെ ബുള്ളറ്റ് തിരിച്ചു പോയ ആ കരിമ്പുക അന്തരീക്ഷത്തിൽ പടർന്നു മാറിയപ്പോഴും ശിവാംഗിയുടെ നെഞ്ചിടിപ്പ് നിലച്ചിരുന്നില്ല. റോഡിലെ ചരൽക്കല്ലുകളിൽ നോക്കി അവൾ തളർന്നു നിന്നു. ഒരു വശത്ത് ഇത്രയും കാലം ഭയന്ന മുറച്ചെറുക്കൻ, മറുവശത്ത് രാവിലെ തന്നെ കോളേജിൽ വെച്ച് അപമാനിച്ച കലിപ്പനായ ഗോകുൽ. ആരോടുമൊന്നും പറയാനാകാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അവൾ തന്റെ ചുണ്ടുകൾ സങ്കടത്തോടെ കടിച്ചു പിടിച്ചു. ഗോകുൽ അപ്പോൾ ഷർട്ടിന്റെ കോളർ പതുക്കെ ഒന്ന് ശരിയാക്കി ശിവാംഗിയുടെ നേർക്ക് തിരിഞ്ഞു. അവന്റെ മുഖത്ത് അപ്പോഴും ആ കടുത്ത ഗൗരവമുണ്ടായിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ കാര്യം? എന്തിനാ അവൻ പ്രശ്നമുണ്ടാക്കിയത്? ഗോകുലിന്റെ ആ കനത്ത കലിപ്പൻ ശബ്ദം കേട്ടതും ശിവാംഗി പെട്ടെന്നൊന്ന് ഞെട്ടി. രാവിലെ ഡസ്റ്റർ മേശപ്പുറത്തടിച്ച ആ ഭയങ്കര ശബ്ദവും മുഖത്താകെ ചോക്കുപൊടി നിറഞ്ഞപ്പോൾ തന്നെ നോക്കി അലറിയ അവന്റെ മുഖവുമാണ് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. ആ കലിപ്പൻ സ്വഭാവക്കാരനോട് എങ്ങനെ സംസാരിക്കും? അവൾക്കൊന്ന് മറുപടി പറയാൻ പോലും വല്ലാത്ത മടിയും പേടിയും തോന്നി. അവൾ അവളുടെ കൈവിരലുകൾ പരസ്പരം കോർത്തുപിടിച്ച് വാക്കുകൾ കിട്ടാതെ ഒന്ന് പരിങ്ങി നിന്നു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആരായിരുന്നു അത്? എന്തിനാ അവൻ നിന്നെ പിടിച്ചു വലിച്ചത്? ഗോകുൽ വീണ്ടും ചോദിച്ചു. ഇത്തവണ അവന്റെ ശബ്ദത്തിൽ ദേഷ്യത്തെക്കാൾ കൂടുതൽ ഒരു കാര്യഗൗരവമുണ്ടായിരുന്നു. ശിവാംഗി അപ്പോൾ പതുക്കെ ഉമിനീരിറക്കി. മുഖമുയർത്താതെ തന്നെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. അത് അബിയേട്ടനാണ്, എന്റെ മുറച്ചെറുക്കനാണ്. അവൾ ഒരു നിമിഷം നിർത്തി. ശേഷം ദീർഘശ്വാസം എടുത്തു തുടർന്നു. എനിക്ക് അബിയേട്ടനെ ഒട്ടും ഇഷ്ടമല്ല സാർ. നാട്ടില് ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഉള്ള ആളാ. എന്റെ ഇഷ്ടക്കേട് അറിഞ്ഞിട്ടും അധിക ദിവസവും എന്നെ കാണാൻ കോളേജ് പരിസരത്ത് വരും. ഇന്നും അതുപോലെ വന്നിട്ട് ബുള്ളറ്റിൽ കയറാൻ നിർബന്ധിച്ചു. ഞാൻ കയറില്ലെന്ന് പറഞ്ഞതിനാണ്. അതിനാണ് എന്നെ ഇങ്ങനെ ദയയില്ലാതെ പിടിച്ചു വലിച്ചത്. അവൾ പറഞ്ഞു തീർത്തതും ഗോകുൽ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ പുരികങ്ങൾ ഒന്ന് ചുളിഞ്ഞു. എന്തിനാ നീ ഇങ്ങനെ ഒരാളെ പേടിക്കുന്നത്? നിനക്ക് അവനെ ഇഷ്ടമല്ലെങ്കിൽ, അവൻ നിന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞുകൂടായിരുന്നോ? വീട്ടുകാരെ അറിയിക്കേണ്ട കാര്യമല്ലേ ഇത്?
ഗോകുലിന്റെ ആ ചോദ്യത്തിനു മുന്നിൽ ശിവാംഗിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും നിശബ്ദയായി തല താഴ്ത്തി നിന്നു. അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. അവൾ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ഗോകുലിന്റെ നോട്ടം അവളുടെ മുഖത്തേക്ക് നീണ്ടു. അപ്പോളാണ് അവൻ അവളുടെ മുഖം ശരിക്കും ശ്രദ്ധിക്കുന്നത്. ചോക്കുപൊടി മാറിയെങ്കിലും ദീർഘനേരം കരഞ്ഞതുകൊണ്ട് അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ടായിരുന്നു. വിയർപ്പും തളർച്ചയും ആ മുഖത്ത് വ്യക്തമായി കാണാം. സ്റ്റുഡൻസിനോട് പൊതുവെ ദേഷ്യപ്പെടുന്ന, ആരോടും അധികം അടുപ്പം കാണിക്കാത്ത ആ കലിപ്പൻ ഹൃദയത്തിലെവിടെയോ ആകെ ഒരു വിഷമവും പശ്ചാത്താപവും തോന്നി. രാവിലെ താൻ പെരുമാറിയ രീതിയും അവിടുത്തെ ആ അവസ്ഥയും ചേർന്നപ്പോൾ അവൻ അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടു പോകാൻ തോന്നിയില്ല. വാ, ഞാൻ കൊണ്ടുവിടാം. ഗോകുൽ അവന്റെ കാറിന്റെ ഡോറിലേക്ക് കൈവച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. അപ്രതീക്ഷിതമായ വാക്ക് കേട്ട് ശിവാംഗി പെട്ടെന്ന് തല ഉയർത്തി അവനെ നോക്കി. സാറിന്റെ കാറിലോ? അവൾക്ക് വല്ലാത്ത മടി തോന്നി. വേണ്ട സാർ, സാരമില്ല. ഇനി അഭിയേട്ടൻ വരില്ല. ഞാൻ ബസ്സിന് പോയിക്കോളാം. ബസ് ഇപ്പോൾ വരും. അവൾ മടിച്ചു പറഞ്ഞു. സാരമില്ല, വാ. ഞാൻ പോയി കഴിഞ്ഞ് ഇനിയും അവൻ വന്നാലോ? ഫ്രണ്ട്സ് ആരുമില്ലേ നിന്റെ ഒപ്പം? അവൻ ചോദിച്ചു. ഇല്ല സാർ, അവര് കോളേജ് ഡേ പ്രാക്ടീസ് കാണാൻ പോയി. ഓ, അപ്പൊ നീ എന്തേ പോയില്ല? ഗോകുൽ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ശിവാംഗിയുടെ കവിളുകൾ ചുവന്നു. അവൾ വല്ലാതെ പരുങ്ങി ശബ്ദം വളരെ താഴ്ത്തി പറഞ്ഞു. അത് സാർ, എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗേൾസ് റൂമിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അവരോട്. ഓ. ഗോകുൽ ഒരു നിമിഷം മൗനമായി അവളെ നോക്കി നിന്നു. വയറുവേദനയായിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ആ വാക്കുകൾ അവന്റെ തലച്ചോറിൽ ഒരു മിന്നൽ പോലെയാണ് പതിച്ചത്. അവൻ പെട്ടെന്നൊന്ന് ചിന്തിച്ചു. അപ്പോൾ അത് കാരണമായിരിക്കുമോ ഇവൾ ഇന്ന് രാവിലെ തന്റെ ക്ലാസ്സിൽ കിടന്നുറങ്ങിപ്പോയത്? അതായിരിക്കുമോ അവൾ ജനലരികിൽ തലചായ്ച്ചത്? താൻ അതൊന്നും അന്വേഷിക്കാതെ ക്രൂരമായി ഡസ്റ്റർ എടുത്തെറിഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അലറി. അവളുടെ ആ കരഞ്ഞു കലങ്ങിയ മുഖവും ശരീരത്തിന്റെ തളർച്ചയും കണ്ടപ്പോൾ ഗോകുലിന്റെ മനസ്സിലെ ദേഷ്യത്തിന്റെ അവസാന തരിയും അലിഞ്ഞു പോയിരുന്നു. വല്ലാത്തൊരു കുറ്റബോധം അവനെ പിടികൂടി. അവൻ കാറിന്റെ ഫ്രണ്ട് ഡോർ പൂർണ്ണമായി തുറന്നു പിടിച്ച് അല്പം അധികാരത്തോടെ തന്നെ പറഞ്ഞു. വാ, വെറുതെ നിന്ന് സമയം കളയണ്ട. വന്ന് കാറിൽ കയറ്. സാർ, അത് നിന്നോടല്ലേ പറഞ്ഞത് കയറാൻ? എങ്ങോട്ടാ നിനക്ക് പോകേണ്ടത്? അവൻ ചോദിച്ചു. ഞാൻ ചങ്ങനാശ്ശേരിക്കാണ് സാർ. അവൾ പതുക്കെ പറഞ്ഞു. ഞാനും ആ റൂട്ടിലേക്കാണ്. ഞാൻ അവിടെ ഇറക്കാം, കയറ്. ഗോകുൽ വിട്ടുവീഴ്ചയില്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു. അവന്റെ ആ നിർബന്ധത്തിനു മുന്നിൽ ഒടുവിൽ ശിവാംഗിക്ക് വഴങ്ങേണ്ടി വന്നു. അവൾ പതുക്കെ കാറിന്റെ മുൻസീറ്റിലേക്ക് കയറിയിരുന്നു. ഗോകുൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് ഡോർ അടച്ചു. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കാർ പതുക്കെ മെയിൻ റോഡിലേക്ക് എടുത്തു. പുറത്തെ അന്തരീക്ഷം അപ്പോൾ കൂടുതൽ ഇരുണ്ട് വരികയായിരുന്നു. കാറിനുള്ളിൽ നേരിയ ഒരു നിശബ്ദത പടർന്നു. ഗോകുൽ സ്റ്റിയറിംഗിൽ കൈകൾ മുറുക്കി റോഡിലേക്ക് തന്നെ നോക്കി ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുകയായിരുന്നു. കാറിന്റെ എസിയുടെ തണുപ്പ് ഉള്ളിലേക്ക് അടിച്ചപ്പോൾ ശിവാംഗി തന്റെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിലെ തിരക്ക് കുറഞ്ഞ ഒരു ഭാഗത്തെത്തിയതും ഗോകുൽ കാറിന്റെ സ്പീഡ് അല്പം കുറച്ചു. അവൻ റോഡിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ വളരെ പതുക്കെ, ഒരു പക്ഷേ അവന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനിയോട് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചു. എന്തുപറ്റി? വയറുവേദനയാണെന്ന് പറഞ്ഞത് പീരീഡ്സിന്റേതാണോ? പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ശിവാംഗി വല്ലാതെ ഞെട്ടിപ്പോയി. എപ്പോഴും ദേഷ്യപ്പെടുകയും ഗൗരവത്തിൽ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരു പെൺകുട്ടിയുടെ ഇത്രയും വ്യക്തിപരമായ ബുദ്ധിമുട്ടിനെ കുറിച്ച് ചോദിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഒരു നിമിഷം അവൾ മുഖം തിരിച്ച് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖത്തപ്പോൾ ആ പഴയ കലിപ്പൻ ഭാവമില്ലായിരുന്നു. പകരം ഒരു സഹോദരന്റെയോ സുഹൃത്തിന്റെയോ പോലുള്ള കരുതൽ അവൾക്ക് അനുഭവപ്പെട്ടു. അതെ സാർ, പീരീഡ്സ് പെയിൻ ആയിരുന്നു. അവൾ പതുക്കെ തലയാട്ടിക്കൊണ്ട് വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഗോകുൽ അപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തു. സ്റ്റിയറിംഗിൽ ഇരുന്ന അവന്റെ കൈകൾ പതുക്കെ അയഞ്ഞു. അവൻ കാറിന്റെ വിൻഷീൽഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി ശിവാംഗി, എനിക്ക് ക്ലാസ്സിൽ ആരെങ്കിലും ശ്രദ്ധിക്കാതിരിക്കുന്നതോ ഉറങ്ങുന്നതോ കണ്ടാൽ പെട്ടെന്ന് ദേഷ്യം വരും. രാവിലെ നിന്നെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാ. നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അവന്റെ ആ സോറി എന്ന വാക്ക് കേട്ടപ്പോൾ ശിവാംഗിയുടെ ഉള്ളിലെന്തോ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. കോളേജിലെ ഏറ്റവും വലിയ കലിപ്പനായ സാറ് തന്നോട് ക്ഷമ ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. സങ്കടവും ആശ്വാസവും ഒരേ സമയം അവളുടെ ഉള്ളിൽ നിറഞ്ഞു വന്നു. അവൾ പതുക്കെ വിരലുകൾ കൊണ്ട് കണ്ണ് തുടച്ചു പറഞ്ഞു. സാരമില്ല സാർ,
ക്ലാസ്സിൽ ഉറങ്ങിയാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? സാരമില്ല. അവൾ സാരമില്ലെന്ന് പറഞ്ഞെങ്കിലും രാവിലെ അനുഭവിച്ച വലിയ അപമാനത്തിന്റെ ആഘാതവും ഇപ്പോൾ അവന്റെ ഭാഗത്തു നിന്നുണ്ടായ കരുതലും ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ വീണ്ടും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ജനൽ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കി ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ അവൻ കാണാതിരിക്കാൻ അവൾ പതുക്കെ തുടച്ചു കളഞ്ഞു. അപ്പോളേക്കും കാറിന് പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കാറ്റിന്റെ വേഗത കൂടിയപ്പോൾ മഴത്തുള്ളികൾ വന്ന് കാറിന്റെ വിൻഷീൽഡിൽ ആഞ്ഞടിച്ചു. വൈപ്പറിന്റെ ചെറിയ ശബ്ദം മാത്രമാണ് ആ വണ്ടിക്കുള്ളിൽ അപ്പോൾ കേൾക്കുന്നത്. റോഡിലെ തിരക്കുകൾക്കിടയിലൂടെ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഗോകുലിന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന അവളുടെ നിശബ്ദത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. കൈത്തണ്ടയിൽ അഭിമുറുക്കി പിടിച്ചതിന്റെ ചുവന്ന പാടുകൾ അവൾ അവളുടെ ഷോൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നത് അവൻ അവന്റെ കൺകോണിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ കാറിന്റെ സ്പീഡ് ഒന്ന് കുറച്ചു. അവളോട് സംസാരിക്കാൻ അവൻ വാക്കുകൾ തിരയുകയായിരുന്നു. കുറെ ആയോ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഗോകുൽ പതുക്കെ ചോദിച്ചു. ശിവാംഗി അപ്പോൾ ഡോറിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വളരെ പതുക്കെ മറുപടി പറഞ്ഞു. കുറച്ചായി സാർ. കോളേജിലേക്ക് വരാൻ ഇറങ്ങുമ്പോഴും വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴുമൊക്കെ പലവട്ടം വഴിയിൽ വന്ന് നിൽക്കാറുണ്ട്. അവളുടെ മറുപടി കേട്ടതും ഗോകുലിന്റെ ഉള്ളിൽ വീണ്ടും അബിയോടുള്ള ദേഷ്യം ഇരച്ചു കയറി. ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇത്രയും നാളായി ബുദ്ധിമുട്ടിച്ചിട്ടും അവൾ ഇതാരോടും പറയാത്തതെന്താണെന്ന് ഓർത്തപ്പോൾ അവൻ അത്ഭുതം തോന്നി. പിന്നെന്താ ശിവാംഗി താനിത് വീട്ടിൽ പറയാതിരുന്നത്? ഗോകുലിന്റെ ശബ്ദത്തിൽ അല്പം ഗൗരവം കലർന്നു. തനിക്ക് അവന് താല്പര്യമില്ലെന്ന് അച്ഛനോടും അമ്മയോടും കൃത്യമായി പറഞ്ഞുകൂടായിരുന്നോ? അവരോട് പറഞ്ഞ് ഒന്നും ഭീഷണിപ്പെടുത്തിയാൽ ഒതുങ്ങാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. ഈ പ്രായത്തിലുള്ള റൗഡിസവും അഹങ്കാരവും ഒക്കെ 4 പേര് ചേർന്ന് 2 വർത്തമാനം പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അവൻ അല്പം തലതിരിച്ച് അവളുടെ കൈയിലേക്ക് നോക്കി. ഷോളിന്റെ ഇടയിലൂടെ അപ്പോഴും ആ ചുവപ്പ് കളർ വ്യക്തമായി കാണാമായിരുന്നു. നോക്ക്, നിന്റെ കൈ നന്നായി ചുവന്നിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ ശല്യം ചെയ്തിട്ടും വീട്ടിൽ പറയാൻ എന്തിനാ ഇത്ര മടി? ഗോകുൽ വളരെ സ്വാഭാവികമായി ഏതൊരു അധ്യാപകനും ചോദിക്കുന്നത് പോലെയാണ് അത് ചോദിച്ചത്. അവന് താങ്ങായി നിൽക്കാൻ ആളുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതവും അങ്ങനെ ആയിരിക്കുമെന്ന് അവൻ കരുതി കാണണം. പക്ഷെ ആ ചോദ്യം കേട്ടതും ശിവാംഗിയുടെ ഉള്ളിൽ അണപൊട്ടിയ കരച്ചിൽ പതുക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൾ ഒരു വലിയ നിശ്വാസം എടുത്തു. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കാരുമില്ല സാർ, അങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നും. വളരെ നേർത്ത ഒടുങ്ങിപ്പോകുന്ന ശബ്ദത്തിലാണ് അവൾ അത് പറഞ്ഞത്. ആ വാക്കുകളിലെ ശൂന്യത ഗോകുലിന്റെ ശ്രദ്ധ തിരിച്ചു. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശിവാംഗി പതുക്കെ തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല സാർ. എന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ പോയിട്ട് വർഷങ്ങളായി. ഒരു നിമിഷം അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അവൾ ആ നെഞ്ചിലെ ഭാരം മുഴുവൻ പുറത്തേക്കൊഴുക്കി. ഇപ്പോ വലിയച്ഛന്റെയും ചെറിയച്ഛന്റെയും ഒക്കെ വീട്ടിലാണ് ഞാൻ മാറി മാറി നിൽക്കുന്നത്. അവർക്ക് ഞാനൊരു അധികപ്പറ്റാണ് സാർ. വീട്ടിലുള്ളവരുടെയൊക്കെ മുഖത്തെ നീരസം കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എന്നെ ഇങ്ങനെ കോളേജിൽ പഠിക്കാൻ വിടുന്നത് തന്നെ അവരുടെ വലിയ ഔദാര്യമാണ്. ഈ പഠിത്തം തന്നെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സാർ. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒലിച്ചിറങ്ങി. ഷോൾ കൊണ്ട് മുഖം പൊത്തി അവൾ വിതുമ്പി. ചിലപ്പോ എനിക്ക് പഠിത്തം മുഴുവനാക്കാൻ പറ്റുമായിരിക്കും. മറ്റു ചിലപ്പോ ഇപ്പൊ വന്ന് പിടിച്ചു വലിച്ചില്ലേ, ആ അബിയേട്ടന്റെ ഭാര്യയായി എവിടെയെങ്കിലും ജീവിച്ചു തീർക്കേണ്ടി വരും. കാരണം വലിയച്ഛനും ചെറിയച്ഛനും എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണ്. അബിയേട്ടൻ വന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് സന്തോഷമേ ഉണ്ടായുള്ളൂ. എന്റെ താല്പര്യത്തിനൊന്നും അവിടെ ആരും ഒരു വിലയും തരില്ല. അവൾ പതുക്കെ മുഖത്തു നിന്ന് കൈകൾ മാറ്റി ഡോറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചോദിക്കാനും പറയാനും സ്വന്തമായി ആരെങ്കിലും ഉള്ളവരെയല്ലേ സാർ മറ്റുള്ളവർക്ക് പേടിയുണ്ടാകൂ. എന്നെ പോലെയുള്ളവരെ ആർക്ക് വേണമെങ്കിലും വഴിയിലിട്ട് പിടിച്ചു വലിക്കാം, ആർക്ക് വേണമെങ്കിലും അപമാനിക്കാം. ആരും ചോദിക്കാൻ വരാനില്ലെന്ന് അബിയേട്ടന് നന്നായി അറിയാം. ശിവാംഗി അത് പറഞ്ഞു തീർത്തതും ഗോകുലിന്റെ നെഞ്ചിടിപ്പ് ഒരു നിമിഷം നിശ്ചലമായി പോയി. അവൻ ആകെ സ്റ്റെക്കായി പോയി. സ്റ്റിയറിംഗിലിരുന്ന അവന്റെ കൈകൾ ആകെ തളർന്നു. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ അവൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വണ്ടി റോഡരികിലേക്ക് ഒതുങ്ങി നിന്നു. എഞ്ചിന്റെ നേർത്ത ശബ്ദം മാത്രം അവിടെ അവശേഷിച്ചു. ഗോകുൽ അപ്പോൾ പതുക്കെ തിരിഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ടിരിക്കുന്ന ശിവാംഗിയെ നോക്കി. അവളുടെ ആ വാക്കുകൾ അവന്റെ നെഞ്ചിൽ ഒരു വലിയ ഇരുമ്പാണി കൊണ്ടടിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. രാവിലെ താൻ അവളെ ക്ലാസ്സിൽ വെച്ച് വഴക്ക് പറഞ്ഞതും അപമാനിച്ചതുമായ രംഗം അവന്റെ കൺമുന്നിലൂടെ കടന്നുപോയി.
ചോദിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ആർക്കും തന്നെ എന്തും ചെയ്യാമെന്ന് അവൾ പറഞ്ഞപ്പോൾ അതിൽ താനും ഒരു പങ്കാളിയായിരുന്നല്ലോ എന്ന കുറ്റബോധം അവനെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. അനാഥത്വത്തിന്റെ ഒറ്റപ്പെടലിന്റെ നൊമ്പരം അനുഭവിക്കുന്ന 20 വയസ്സുകാരിയെ നോക്കി നിൽക്കുമ്പോൾ എപ്പോഴും കലിപ്പനായി മാത്രം ജീവിച്ചിട്ടുള്ള ഗോകുലിന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയായിരുന്നു. അവന്റെ കൺകോണുകൾ അവൻ പോലും അറിയാതെ ഈറനണിഞ്ഞു. അതുവരെ ഒരു പെൺകുട്ടിയോടും തോന്നാത്ത തരത്തിലുള്ള വല്ലാത്തൊരലിവ്, കരുതൽ, ഒരു പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ഒരു പ്രത്യേകതരം സ്നേഹം അവന്റെ ഉള്ളിൽ മുട്ടിടുകയായിരുന്നു. കാറിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പുറത്തു മഴ പെയ്തുകൊണ്ടേയിരുന്നു. ശിവാംഗിയുടെ കരച്ചിൽ അടങ്ങിയിരുന്നില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശൂന്യതയാണ് അവൾ ഗോകുലിന് മുന്നിൽ തുറന്നു പറഞ്ഞത്. അവളുടെ വാക്കുകൾ കേട്ട് സ്റ്റക്കായി പോയ ഗോകുൽ പതുക്കെ സ്റ്റിയറിംഗിൽ കൈകൾ മുറുക്കി. കണ്ണുനീർ തുടയ്ക്കുന്ന അവളുടെ കൈകളിലേക്ക് അവൻ നോക്കി. ഉള്ളിൽ കനലായി എരിയുന്ന കുറ്റബോധം അപ്പോൾ വല്ലാത്തൊരു വാശിയായും കരുതലായും മാറുകയായിരുന്നു. അവൻ പതുക്കെ അവളിലേക്ക് തിരിഞ്ഞു. അവന്റെ ശബ്ദം അപ്പോൾ വളരെ ശാന്തമായിരുന്നു. എന്നാൽ അതിലൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം ശിവാംഗി. ഞാൻ അവരോട് സംസാരിക്കാം, ഗോകുൽ പറഞ്ഞു. ശിവാംഗി അപ്പോൾ ഞെട്ടിപ്പിടഞ്ഞ് മുഖമുയർത്തി അവനെ നോക്കി. വേണ്ട സാർ അവിടെ വന്നാൽ പ്രശ്നം കൂടുതൽ വഷളാകും. എന്ത് വഷളാകാൻ? ഗോകുലിന്റെ ഉള്ളിലെ കലിപ്പൻ വീണ്ടും ഉണർന്നു. അച്ഛനും അമ്മയും ഇല്ലെന്ന് കരുതി നിന്റെ ചെറിയച്ഛനോ വല്യച്ഛനോ എങ്കിലും ഈ കാര്യത്തിൽ ഇടപെടണ്ടേ? ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും കോളേജ് പരിസരത്ത് വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? അവർക്ക് വിവരമില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ട്. വേണ്ട സാർ, എന്നെ ഓർത്ത് സാറ് ബുദ്ധിമുട്ടണ്ട. സാറ് വന്നാൽ അവര് വലിയ വഴക്കാക്കും. ശിവാംഗി കൈകൾ കൂപ്പി അപേക്ഷിച്ചു. താൻ കാരണം ഗോകുലിനൊരു അപമാനം ഉണ്ടാകരുതെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ ഗോകുൽ കൃഷ്ണ ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്നോട്ടു പോകുന്നവനല്ലായിരുന്നു. നിന്റെ സമ്മതം ചോദിച്ചല്ല ഞാൻ പറയുന്നത്, അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് വണ്ടി ഗിയറിലേക്ക് മാറ്റി ആക്സിലേറ്റർ കൊടുത്തു. ശിവാംഗി പേടിയോടെ സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു. അവൾ പറഞ്ഞ വഴിയിലൂടെ കാർ പതുക്കെ അവളുടെ ചെറിയച്ഛന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചെന്നു നിന്നു. മഴ പെയ്തു തോർന്ന വൈകുന്നേരത്ത് ഒരു ലക്ഷറി കാർ വന്ന് മുറ്റത്ത് നിൽക്കുന്നത് കണ്ട് ഉമ്മറത്തിരുന്ന ചെറിയച്ഛൻ സോമൻ എഴുന്നേറ്റു വന്നു. കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നും ശിവാംഗിയും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും നല്ല ഗാംഭീര്യമുള്ള ഒരു ചെറുപ്പക്കാരനും ഇറങ്ങുന്നത് കണ്ടപ്പോൾ സോമന്റെ മുഖം ചുളിഞ്ഞു. ആരാടാ നീ? എന്താ ഇവളെയും കൊണ്ട്? അവനെ കണ്ടപാടെ സോമൻ അഹങ്കാരത്തോടെ ചോദിച്ചു. ഗോകുൽ അപ്പോൾ മുന്നോട്ട് നടന്നു ചെന്നു. അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് സോമൻ ഒന്ന് പതറിയെങ്കിലും ഭാവം മാറ്റിയില്ല. ശിവാംഗിയുടെ ചെറിയച്ഛനല്ലേ, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്, ഗോകുൽ ശാന്തമായി പറഞ്ഞു തുടങ്ങി. ഞാൻ ഇവള് പഠിക്കുന്ന കോളേജിലെ ലെക്ചററാണ്. പേര് ഗോകുൽ. നിങ്ങളുടെ പെങ്ങളെ മോനോ മറ്റോ ഒരു അബി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവളുടെ മുറച്ചെറുക്കനാണെന്ന് പറഞ്ഞു. അവൻ ദിവസവും കോളേജിന് മുന്നിൽ വന്ന് ഇവളെ ശല്യം ചെയ്യുന്നുണ്ട്. ഇന്നും വഴിയിൽ വെച്ച് ഇവളുടെ കൈക്ക് പിടിച്ച് വലിയ പ്രശ്നമുണ്ടാക്കി. നിങ്ങൾ ഇത് അറിയുന്നുണ്ടോ? അത് കേട്ടതും സോമന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. പകരം ഒരു പുച്ഛച്ചിരിയാണ് വന്നത്. ഓ, അതാണോ കാര്യം? അത് ഞങ്ങളുടെ കുടുംബകാര്യം. അതിലിടപെടാനും ചോദിക്കാനും ഒന്നും സാറ് വരണ്ട, അയാൾ പറഞ്ഞു. ഗോകുലിന്റെ താടിയെല്ലുകൾ അപ്പോൾ മുറുകി വന്നു. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ഞാൻ ആരുമായതുകൊണ്ടല്ല സോമൻ സാറെ പറയുന്നത്. ഈ പെൺകുട്ടിക്ക് അതിലൊട്ടും താല്പര്യമില്ല. ഇവൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവളുടെ രക്ഷകർത്താവ് എന്ന നിലയിൽ നിങ്ങൾ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ച് ഇതൊന്ന് നിർത്തണം. അത് പറയാൻ നീ ആരാടാ? സോമൻ പെട്ടെന്ന് ശബ്ദമുയർത്തി ഗോകുലിന് നേരെ വിരൽ ചൂണ്ടി. നീ ഇവളുടെ വല്ലവനുമാണോ? അതോ വഴിയിൽ കിടക്കുന്ന ഇവളെ നിനക്ക് അത്രയ്ക്ക് ബോധിച്ചോ? വലിയ സാറ് ചമൻ എന്റെ വീട്ടിൽ വന്ന് ന്യായം പറയണ്ട. നിന്റെ പഠിപ്പിക്കലൊക്കെ അങ്ങ് കോളേജിൽ മതി. ആ വാക്കുകൾ കേട്ടതും ഗോകുലിന്റെ നെഞ്ചു പിടഞ്ഞു. അവൻ പതുക്കെ ശിവാംഗിയെ നോക്കി. അവൾ തല താഴ്ത്തി പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോളാണ് ഗോകുലിന് കാര്യം മനസ്സിലായത്. അവൾ എത്രമാത്രം നരകത്തിലാണ് അവിടെ ജീവിക്കുന്നതെന്ന്. സ്വന്തക്കാരെന്ന് പറയുന്നവരുടെ വാക്കുകൾ പോലും അത്രയും മോശവും അശ്ലീലവുമാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് അവൾ അനുഭവിക്കുന്ന വേദന അവൻ നേരിട്ട് കാണുകയായിരുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം മിസ്റ്റർ. ഗോകുൽ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടാ? സോമൻ ഗോകുലിനെ തള്ളി മാറ്റി. അതോടെ നിയന്ത്രണം വിട്ട ഗോകുൽ സോമന്റെ കൈ തട്ടി മാറ്റി തിരിച്ചു തള്ളി. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു തള്ളും പിടുത്തവും ആ ഉമ്മറത്ത് വെച്ച് നടന്നു. വീടിനുള്ളിൽ നിന്നും ചെറിയമ്മയും മറ്റുള്ളവരും അപ്പോൾ ഇറങ്ങി വന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. ആകെ ഒരു യുദ്ധക്കളമായി മാറി ആ മുറ്റം. സാർ പ്ലീസ്, സാർ പോയിക്കോളൂ.
ശിവാംഗി കരഞ്ഞുകൊണ്ട് ഗോകുലിന്റെ കൈകളിൽ പിടിച്ചു. സാർ ഇതിലിടപെടണ്ട, എനിക്കിതൊക്കെ ശീലമാണ് സാർ. എന്റെ ജീവിതം ഇങ്ങനെയാണ്. സാർ പോയിക്കോളൂ പ്ലീസ്. അവളുടെ ആ ദയനീയമായ കരച്ചിലും ഇതൊക്കെ എനിക്ക് ശീലമാണെന്ന വാക്കുകളും ഗോകുലിന്റെ ഉള്ളിൽ ഒരു വലിയ ബോംബ് പോലെയാണ് പൊട്ടിയത്. അവൻ അപ്പോൾ സോമനെ ദൂരെ കാഞ്ഞു തള്ളി മാറ്റി നേരെ തിരിഞ്ഞ് ശിവാംഗിയുടെ 2 തോളുകളിലും മുറുക്കി പിടിച്ചു. അവന്റെ കണ്ണുകൾ അപ്പോൾ ജ്വലിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവളോടുള്ള പ്രണയം തുടിക്കുന്നുണ്ടായിരുന്നു. ശിവാംഗി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഗോകുലിന്റെ ശബ്ദം അത്രമേൽ തീവ്രമായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടിയെയും സ്നേഹിച്ചിട്ടില്ല, പ്രണയിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ എന്തോ നിന്നോട്. നീ എന്റെ കൂടെ പോരുന്നെങ്കിൽ ഞാൻ നോക്കിക്കോളാം നിന്നെ. നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി ഇവന്മാർ കാണിക്കുന്ന ഈ ധാർഷ്ട്യമില്ലേ, അതിന്ന് ഇവിടെ വെച്ച് തീരട്ടെ. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഗോകുലിന്റെ ആ വാക്കുകൾ കേട്ടതും ശിവാംഗി ആകെ ഞെട്ടിത്തരിച്ചുപോയി. തന്റെ കൺമുന്നിൽ അപ്പോൾ നിൽക്കുന്നത് കോളേജിലെ ആ കലിപ്പൻ ഗോകുൽ തന്നെയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒറ്റപ്പെട്ടുപോയ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കാത്തൊരു രക്ഷകനായി ഗോകുൽ മുന്നിൽ നിൽക്കുന്നു. അവൾ എന്തു പറയണമെന്നറിയാതെ വിറച്ചു നിന്നു. നിനക്കെന്നെ വിശ്വസിക്കാം ശിവാംഗി. ഗോകുൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞു. നീ സ്വന്തം ഇഷ്ടത്തോടെ കൂടെ വന്നാലും ഇല്ലെങ്കിലും നിന്നെ ഈ നരകത്തിൽ വിട്ടിട്ടു പോകാൻ എനിക്ക് കഴിയില്ല. ഞാൻ നിന്നെ കൊണ്ടുപോകും. അത്രയും പറഞ്ഞുകൊണ്ട് ഗോകുൽ ശിവാംഗിയുടെ കയ്യിൽ ശക്തമായി പിടിച്ച് കാറിന്റെ നേർക്ക് നടന്നു. എടാ നിൽക്കടാ അവിടെ. എന്റെ വീട്ടിൽ കയറി വന്ന് പെണ്ണിനെ എടുത്തോണ്ട് പോകാൻ നീ ആരാടാ? നീ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. സോമനും മറ്റു ബന്ധുക്കളും ആക്രോശിച്ചുകൊണ്ട് ഗോകുലിനെ തടയാൻ ഓടിയെത്തി. അവർ ഗോകുലിന്റെ മേൽ കുതിച്ചു കയറി അവനെ പിടിച്ചു വെക്കാൻ നോക്കി. മാറി നിൽക്കടാ അവിടുന്ന്. ഗോകുൽ കട്ടക്കലിപ്പിൽ ഒരൊറ്റ അലർച്ചയായിരുന്നു. തന്നെ തടയാൻ വന്ന സോമനെയും മറ്റുള്ളവരെയും അവൻ തന്റെ കൈബലം കൊണ്ട് ആഞ്ഞു തള്ളി നിലത്തിട്ടു. വലിയ തള്ളും ബഹളവും അവിടെ നടന്നു. തന്റെ സർവശക്തിയും ഉപയോഗിച്ച് അവരെ പ്രതിരോധിച്ച് ഗോകുൽ ശിവാംഗിയെ ചേർത്തു പിടിച്ച് കാറിന്റെ അടുത്തേക്ക് നീങ്ങി. അവൻ കാറിന്റെ ഫ്രണ്ട് ഡോർ ഒറ്റ കൈകൊണ്ട് ആഞ്ഞു തുറന്നു. പേടിച്ചു വിറച്ച ശിവാംഗിയെ ഒട്ടും സമയം കളയാതെ അവൻ കാറിന്റെ മുൻസീറ്റിലേക്ക് എടുത്തിട്ടു. തുടർന്ന് ഡോർ വലിച്ചടച്ച് ലോക്ക് ചെയ്തു. തടയാൻ വന്നവർ കാറിന്റെ ഗ്ലാസ്സിൽ അടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗോകുൽ വേഗത്തിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മുറ്റത്തെ മണ്ണും ചളിയും തെറിപ്പിച്ചുകൊണ്ട് ആക്സിലേറ്ററിന്റെ ഭയങ്കരമായ ശബ്ദത്തോടെ ഗോകുലിന്റെ കാർ വീട്ടുമുറ്റത്തു നിന്നും റോഡിലേക്ക് പാഞ്ഞു കയറി. റിയർവ്യൂ മിററിലൂടെ നോക്കുമ്പോൾ സോമനും കൂട്ടരും ദേഷ്യത്തോടെ ആക്രോശിക്കുന്നത് അവന് കാണാമായിരുന്നു. ശിവാംഗി അപ്പോൾ കരഞ്ഞുകൊണ്ട് കാറിലിരുന്നു. കാർ മെയിൻ റോഡിലൂടെ പായുമ്പോൾ പുറത്തു മഴ അതിന്റെ സർവ്വശക്തിയും എടുത്ത് തിമിർത്തു പെയ്യാൻ തുടങ്ങിയിരുന്നു. കാറിന്റെ ഗ്ലാസുകളിലേക്ക് മഴത്തുള്ളികൾ വന്ന് ആഞ്ഞടിക്കുകയാണ്. വൈപ്പറുകൾക്ക് പോലും ആ വെള്ളപ്പാച്ചിലിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാർ കുറച്ചു ദൂരം മുന്നോട്ടു പോയി. ഗോകുലിന്റെ നെഞ്ചിടിപ്പ് അപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. ശ്വാസമെടുക്കാൻ പോലും അവൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കൈകളിൽ അപ്പോഴും ആ തള്ളലിന്റെയും പിടിവലിയുടെയും വിറയൽ ബാക്കിയുണ്ടായിരുന്നു. കടുത്ത ദേഷ്യവും അവിടെ ഉണ്ടായ നാടകീയ നിമിഷങ്ങളും കാരണം അവൻ പൂർണ്ണമായും അസ്വസ്ഥനായിരുന്നു. വണ്ടി അങ്ങനെ അധിക ദൂരം ഓടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ റോഡരികിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലായി കാർ കൊണ്ടുവന്ന് ബ്രേക്കിട്ട് നിർത്തി. എഞ്ചിൻ ഓഫ് ചെയ്തതോടെ കാറിനുള്ളിൽ AC-യുടെ നേർത്ത ശബ്ദവും പുറത്തെ ഭയങ്കരമായ മഴയുടെ ഇരമ്പലും മാത്രമായി. ഗോകുൽ സ്റ്റിയറിംഗിലേക്ക് 2 കൈകളും അമർത്തിവെച്ച് അതിലേക്ക് തലചായ്ച്ച് ദീർഘമായൊന്ന് ശ്വാസമെടുത്തു. അവന്റെ നെഞ്ച് താഴ്ന്നുയർന്നുകൊണ്ടേയിരുന്നു. താൻ അപ്പോൾ ചെയ്തതെന്താണെന്ന് അവൻ പതുക്കെ ആലോചിക്കുകയായിരുന്നു. കോളേജ് അധ്യാപകനായ താൻ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറി അവിടുള്ളവരോട് തല്ലുകൂടി അവളെ തന്റെ കാറിൽ കയറ്റിയിരിക്കുന്നു. എപ്പോഴും അച്ചടക്കവും നിയമവും മാത്രം നോക്കുന്ന ഗോകുലിന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ സംഭവിച്ചത്. അവൻ പതുക്കെ തല ഉയർത്തി തൊട്ടടുത്തിരിക്കുന്ന ശിവാംഗിയെ നോക്കി. അവൾ അപ്പോഴും സീറ്റിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന് 2 കൈകൾ കൊണ്ടും മുഖം പൊത്തി പൊട്ടിക്കരയുകയായിരുന്നു. അവളുടെ വിതുമ്പലുകൾ കാറിന്റെ ചെറിയ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. ഗോകുൽ അപ്പോൾ ഡാഷ്ബോർഡിൽ ഇരുന്ന ടിഷ്യൂ ബോക്സിൽ നിന്നും കുറച്ച് പേപ്പറുകൾ എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. ശിവാംഗി, ദാ കണ്ണു തുടക്കി, അവൻ വളരെ പതുക്കെ പറഞ്ഞു. പക്ഷേ അവൾ അത് വാങ്ങാൻ കൂട്ടാക്കാതെ കരച്ചിൽ തുടരുകയായിരുന്നു. അവളുടെ ആ സങ്കടം കണ്ടപ്പോൾ ഗോകുലിന്റെ ഉള്ളിലെ കലിപ്പൻ പൂർണ്ണമായും ഇല്ലാതായി പോയിരുന്നു. അവൻ ആ ടിഷ്യൂ പേപ്പർ മാറ്റിവെച്ച് വളരെ പതുക്കെ അവളുടെ വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ചു. അവന്റെ കൈകളുടെ ചൂടറിഞ്ഞതും അവൾ പതുക്കെ മുഖത്തു നിന്നും അവളുടെ കൈമാറ്റി കണ്ണീരൊലിക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ശിവാംഗി പ്ലീസ് കരയല്ലേ.
ഗോകുലിന്റെ ശബ്ദം അത്രമേൽ ആർദ്രമായിരുന്നു. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്നോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നോ ഒട്ടും കരുതിയതല്ല. പക്ഷേ നിന്റെ അവസ്ഥ കണ്ടപ്പോൾ എന്തോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞ് അവന്മാർ കാണിച്ച ആ ധാർഷ്ട്യം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം അവൻ ഒരു നിമിഷം നിർത്തി പുറത്തെ മഴയിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിലും പണ്ടെങ്ങോ മറന്നുപോയ ഒരു സങ്കടക്കടൽ ഇരമ്പി വരുന്നുണ്ടായിരുന്നു. നിനക്കറിയാമോ ശിവാംഗി, കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. അച്ഛൻ മരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന് ധാരാളം കടബാധ്യതകൾ ഉണ്ടായിരുന്നു. കാശിനു വേണ്ടി പലരും വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെ ചീത്ത വിളിക്കുന്നത് കണ്ട് വളർന്ന ഒരു ബാല്യമാണ് എൻ്റേത്. അന്ന് ചോദിക്കാനും പറയാനും ഞങ്ങൾക്കും ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ പേടിച്ച് ഒരു മുറിയുടെ ഇരുണ്ട മൂലയിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു ഞാൻ. എൻ്റെ അമ്മ എന്നെ വളർത്താൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേരുടെ മുന്നിൽ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. അവന്റെ ശബ്ദമിടറി. ശിവാംഗി അപ്പോൾ അവളുടെ കരച്ചിൽ മറന്ന് ഗോകുലിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. എപ്പോഴും കലിപ്പനായി മാത്രം കണ്ടിട്ടുള്ള ഗോകുലിന്റെ ഉള്ളിൽ അത്രയും വലിയൊരു മുറിവുണ്ടായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഗോകുൽ അപ്പോൾ വീണ്ടും തുടർന്നു. പിന്നീട് ഞാൻ വളർന്നപ്പോഴും കടം കൊടുക്കാനുള്ളതിന്റെ പേരിൽ അമ്മയെ പലരും വഴിയിൽ വെച്ചും വീട്ടിൽ വെച്ചും ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒടുവിലാണ് എനിക്ക് മനസ്സിലായത്, പേടിച്ചൊളിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരോട് പ്രതികരിക്കാൻ തുടങ്ങിയത്. വെറും സാധുവായ പേടി മാത്രമുണ്ടായിരുന്ന ഞാൻ എപ്പോഴോ ഒരു കലിപ്പനായി മാറി. സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ മാറ്റിയത് ശിവാംഗി. അതല്ലാതെ അതിന്റെ അപ്പുറത്ത് നീ വിചാരിക്കുന്ന പോലെയുള്ള ക്രൂരനോ ദുഷ്ടനോ ഒന്നുമല്ല ഞാൻ. അവൻ അവളുടെ കൈകളിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചു. അവൾ അത്ഭുതത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ എന്റെ കൂടെ പോര്, എന്റെ വീട്ടിലേക്ക്. എന്റെ അമ്മ എന്നോട് എപ്പോഴും പറയും, ഈ കലിപ്പ് സ്വഭാവമൊക്കെ മാറ്റി അമ്മയ്ക്കൊരു മരുമോളെ കൊണ്ടു ചെന്ന് കൊടുക്കാൻ. നീ പോര് എന്റെ കൂടെ. ശിവാംഗി ആകെ അത്ഭുതപ്പെട്ടുപോയി. അവളുടെ മീകൾ വിടർന്നു. വാക്കുകൾ ചുണ്ടിൽ വറ്റി വരണ്ടു. തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗോകുൽ അത് വെറുതെ പറഞ്ഞതാണോ എന്ന് അവൾ സംശയിച്ചു. അവളുടെ ആ ഭാവം കണ്ടതും ഗോകുലിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ കൈകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, അമ്മ എപ്പോഴും പറയാറുണ്ട്, ഒരു പെണ്ണ് വന്നാൽ എന്റെ ഈ കലിപ്പൻ സ്വഭാവമൊക്കെ മാറുമെന്ന്. ഇങ്ങനെയാണ് ആ സ്വഭാവം മാറുന്നതെങ്കിൽ മാറട്ടെ. ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷേ എനിക്ക് നിന്നെ ഇനി തിരിച്ചാ നരകത്തിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവൻ പറയുന്നത് കേട്ട് എന്തു പറയണമെന്നറിയാതെ സന്തോഷവും ആശ്വാസവും കൊണ്ട് ശിവാംഗി വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ ഗോകുൽ പതുക്കെ മുന്നോട്ടാഞ്ഞ് അവളുടെ നെറ്റിയിൽ ആഴത്തിലൊരു ഉമ്മ കൊടുത്തു. ആ ചുംബനത്തിൽ അവളുടെ ജീവിതത്തിലെ എല്ലാ അനാഥത്വവും സങ്കടങ്ങളും പെയ്തൊഴിഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. തുടർന്ന് ഗോകുൽ തന്റെ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. അമ്മയ്ക്കിന്ന് രാത്രി ഒരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, അമ്മ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. കൂടുതൽ വിവരങ്ങൾ അവൻ ഫോണിലൂടെ പറഞ്ഞില്ല. അന്ന് രാത്രി മഴ പെയ്തു തോർന്ന മണ്ണിലൂടെ കാർ ചെന്ന് നിന്നത് ഗോകുലിന്റെ വലിയ വീടിന്റെ മുറ്റത്താണ്. ഉമ്മറത്ത് ലൈറ്റുകൾ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഗോകുലും ശിവാംഗിയും വണ്ടിയിൽ നിന്നിറങ്ങി പതുക്കെ ഉമ്മറത്തേക്ക് കയറി. ഫോൺ വിളി വന്നതു മുതൽ കാത്തിരിക്കുകയായിരുന്ന ഗോകുലിന്റെ അമ്മ സരസ്വതി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. മോന്റെ കൂടെ നനഞ്ഞ വസ്ത്രങ്ങളോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ശിവാംഗിയെ കണ്ടപ്പോൾ ആ അമ്മയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. ഗോകുലെ, ആരാടാ ഇത്? എന്തുപറ്റി കുട്ടിക്ക്? അമ്മ പരിഭ്രാന്തിയോടെ ചോദിച്ചു. ഗോകുൽ ശിവാംഗിയുടെ കൈപിടിച്ച് അമ്മയുടെ മുന്നിലേക്ക് നിർത്തി. എന്നിട്ട് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അമ്മേ, ഇത് ശിവാംഗി, എന്റെ സ്റ്റുഡന്റ് ആണ്. പക്ഷേ ഇനി മുതൽ ഇവൾ അമ്മയുടെ മരുമോളാണ്. ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇവക്ക് ഈ ലോകത്ത് ഇനി നമ്മളല്ലാതെ ആരുമില്ല. അമ്മ ഒരു നിമിഷം ഞെട്ടി അവനെ നോക്കിയെങ്കിലും അവന്റെ കണ്ണുകളിലെ ആ ദൃഢതയും അവളുടെ നിസ്സഹായാവസ്ഥയും കണ്ടപ്പോൾ ആ അമ്മ മനസ്സെല്ലാം മനസ്സിലാക്കി. അവന്റെ തീരുമാനങ്ങളൊന്നും തെറ്റില്ലെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അവരപ്പോൾ ഉള്ളിലേക്ക് നടന്ന് പൂജാമുറിയിൽ നിന്നും ഒരു നിലവിളക്ക് കത്തിച്ചെടുത്ത് ഉമ്മറത്തേക്ക് വന്നു. മോളെ, കാര്യം എന്താ ഏതാ എന്നൊന്നും എനിക്കറിയില്ല. ഇവനിഷ്ടമാണെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. മോള് കയറി വാ. അമ്മ വാത്സല്യത്തോടെ ശിവാംഗിയുടെ കയ്യിൽ പിടിച്ച് ആ നിലവിളക്ക് അവളുടെ കൈകളിൽ കൊടുത്തു. വലതുകാൽ വെച്ച് നിലവിളക്കുമായി ശിവാംഗി ആ വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും ആനന്ദക്കണ്ണീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അമ്മ അവൾക്ക് മാറാൻ പുതിയ വസ്ത്രങ്ങൾ നൽകി ചൂടുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ശിവാംഗി ശരിക്കും അറിയുകയായിരുന്നു. അപ്പോൾ രാത്രി ഏറെ വൈകി. ഗോകുലിന്റെ മുറിയിൽ ജനലിലൂടെ തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. ശിവാംഗി ജനലരികിൽ ചെന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു.
രാവിലെ ക്ലാസ് റൂമിലെ ജനലരികിൽ കിടന്നുറങ്ങിയ താൻ ഇപ്പോൾ ക്ലാസ് എടുത്ത ആളുടെ മുറിയിലെ ജനലരികിൽ നിൽക്കുന്നു. ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. പെട്ടെന്ന് പിറകിലൂടെ വന്ന ഗോകുൽ അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവന്റെ നെഞ്ചിന്റെ ചൂട് അവളുടെ ദേഹത്ത് തട്ടിയതും അവൾ ഒന്ന് വിറച്ചു. അവൻ അവളെ പതുക്കെ തിരിച്ച് തന്റെ നെഞ്ചിലേക്ക് കിടത്തി. ആ രാത്രിയിൽ അവന്റെ നെഞ്ചിന്റെ വിരിവിലേക്ക് അവൾ പൂർണ്ണമായും ചേർന്ന് കിടന്നു. പണ്ടെങ്ങോ ബാല്യത്തിലെ സങ്കടങ്ങൾ കാരണം അവനിൽ വന്നു ചേർന്ന ആ കഠിനമായ കലിപ്പൻ ഭാവം ആ നിമിഷത്തിൽ അവളിലെ പെണ്ണിന്റെ സാന്നിധ്യത്തിൽ അവനിൽ നിന്നും പൂർണ്ണമായി ഇറങ്ങിപ്പോവുകയായിരുന്നു. അവൻ അത്രമേൽ ശാന്തനായി പ്രണയാർദ്രനായി മാറി. അവൻ പതുക്കെ അവളുടെ മുഖമുയർത്തി. അവന്റെ കണ്ണുകളിലെ പ്രണയം തിരിച്ചറിഞ്ഞ് അവൾ അവളുടെ കണ്ണുകൾ മെല്ലെ പൂട്ടി. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ പരസ്പരം ഒന്നായി മാറി. തങ്ങളുടെ ശരീരവും ആത്മാവും പങ്കുവെക്കുമ്പോൾ തനിക്കിനി ലോകത്തൊന്നിനെയും ഭയപ്പെടാനില്ലെന്ന ഉറപ്പ് ശിവാംഗിയുടെ മനസ്സിൽ ദൃഢമായി. പിറ്റേന്ന് രാവിലെ മുറിയിലേക്ക് വന്ന വെളിച്ചത്തിൽ ഗോകുലിന്റെ നെഞ്ചിൽ കൈകൾ വെച്ച് കിടക്കുകയായിരുന്നു ശിവാംഗി. ഗോകുൽ പതുക്കെ അവളുടെ മുടിയകളിൽ തലോടിക്കൊണ്ടുണർന്നു കിടക്കുകയായിരുന്നു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്താടോ, എന്താ ആലോചിക്കുന്നത്? ഗോകുൽ കുസൃതിയോടെ ചോദിച്ചു. ശിവാംഗി അപ്പോൾ പതുക്കെ അവന്റെ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് വരച്ചുകൊണ്ട് ചോദിച്ചു. അല്ല സാർ, ഇന്നലെ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഉറങ്ങിയതിന് എന്നെ ഡസ്റ്റർ വെച്ച് എറിഞ്ഞതാ. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഞാൻ സാറിന്റെ ഭാര്യയായി. ഇന്ന് കോളേജിൽ ഇതൊരു വലിയ ന്യൂസ് ആകുമല്ലേ സാർ? കലിപ്പൻ ഗോകുൽ സാർ തന്റെ സ്റ്റുഡന്റിനെ കല്യാണം കഴിച്ചെന്ന് കേൾക്കുമ്പോൾ കുട്ടികളൊക്കെ എന്തു പറയും? അവളുടെ ആ ചോദ്യം കേട്ടതും ഗോകുൽ ഉച്ചത്തിൽ ഒന്ന് ചിരിച്ചു. എപ്പോഴും ഗൗരവത്തിൽ മാത്രം കണ്ടിട്ടുള്ള അവന്റെ ആ ചിരി കാണാൻ വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു. അവരെന്തു വേണമെങ്കിലും പറയട്ടെ, നമുക്ക് നമ്മുടെ ജീവിതം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുൽ അവളെ തന്റെ കൈക്കരുത്തിൽ വാരി പുണർന്ന് മാറോട് മയക്കി ചേർത്ത് പിടിച്ചു. ഇനി ഒരു കാവലായി ചോദിക്കാനും പറയാനും താൻ ഉണ്ടായിരിക്കും അവൾക്കെന്ന് ഉറപ്പിച്ചുകൊണ്ട് കലിപ്പൻ ലെക്ചറർ ഗോകുൽ കൃഷ്ണ അവന്റെ ശിവാംഗിയെ തന്റെ പ്രണയത്തിന്റെ അധ്യായങ്ങളിലേക്ക് വലിച്ചിട്ടു.